ഇറഗുലർ ആയിട്ട് വരുന്ന എല്ലാ സൈക്കിൾസും PCODയുടെ സിംറ്റം ആണോ? പലരും ഇറഗുലർ സൈക്കിൾസ് കണ്ടു. അതായത് മാസത്തിലെ 2 പ്രാവശ്യം ചിലപ്പോൾ പീരീഡ്സ് ആവാം. ചിലപ്പോൾ 2-3 മാസം പീരീഡ്സ് വരാതിരിക്കാം. ഒരു പ്രാവശ്യം അങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നവരുണ്ട്. ഡോക്ടറെ എനിക്ക് PCOD ആണ്, എന്താ ചെയ്യേണ്ടേ? അപ്പോൾ വേറെ ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അവർ നോക്കി ഇറഗുലർ ആയിട്ട് പീരീഡ്സ് വന്നു, എനിക്ക് PCOD ആണ്. പക്ഷെ ഇറഗുലർ പീരീഡ്സ് മാത്രം എപ്പോഴും അത് PCODയുടെ സിംറ്റം ആയിക്കൊള്ളണം എന്നില്ല. വേറെ ഒരുപാട് കണ്ടീഷൻസിൽ ഇറഗുലർ സൈക്കിൾസ് നമുക്ക് വരാം. ചിലപ്പോൾ നോർമലായിട്ട് തന്നെയും വൺസ് ഓർ ട്വൈസ് ഇൻ എ വൈൽ ചിലപ്പോൾ 1-2 മാസം ചിലപ്പോൾ പീരീഡ്സ് സ്കിപ്പായി എന്ന് വരാം. അതുപോലെ ഒരു 5-6 ദിവസം ലേറ്റായി, ഒരു 5 ദിവസം നേരത്തെ വന്നു, അല്ലെങ്കിൽ ഒരു 5 ദിവസം ലേറ്റ് ആയിട്ട് വന്നു. ഇതൊന്നും നമ്മൾ വല്ലപ്പോഴും ഒരിക്കലും ഇങ്ങനെ വന്നു എന്ന് വെച്ചിട്ട് പാനിക് ആവേണ്ട കാര്യമില്ല. എപ്പോഴും ഇറഗുലർ സൈക്കിൾസ് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് റിലേറ്റഡ് ആയിക്കൊള്ളണം എന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഒരു മാസം നന്നായിട്ട് ഡയറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു, അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ സൈക്കിൾസ് ഇറഗുലർ ആവാം. നമ്മൾ ഒരുപാട് യാത്ര എന്തെങ്കിലും പോയി, സാധാരണത്തിലും കൂടുതൽ നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്തു, അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് പീരീഡ്സിൻ്റെ ഡേറ്റ് കുറച്ച് നേരത്തെ വന്നു എന്നിരിക്കാം. അപ്പോൾ എപ്പോഴും ഒരു ഇറഗുലർ പീരീഡ്സ് PCOD അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് അസോസിയേറ്റ് ചെയ്തോളണം എന്നില്ല. പക്ഷെ അതുപോലെ തന്നെ ഇറഗുലർ സൈക്കിൾസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. അതായത് 1-2 മാസം സ്കിപ്പായി പീരീഡ്സ് വരുന്നു, അത് ഒരുപാട് പ്രാവശ്യം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുവാണ്. അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം പീരീഡ്സ് ആവുന്നു, അത് എപ്പോഴും അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി അങ്ങനെ വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം. PCOD മാത്രമല്ല, അഡിനോമയോസിസ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സ്, വലിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ അങ്ങനെ പീരീഡ്സ് ഇറഗുലർ ആവാം, ബ്ലീഡിങ് കൂടാം, മാസത്തിൽ 1-2 പ്രാവശ്യം ചിലപ്പോൾ പീരീഡ്സ് വന്നെന്നിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇറഗുലർ ആവുകയാണ് സൈക്കിൾസ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ്, അതിപ്പോൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കാൻ ആയിക്കോട്ടെ, നമ്മൾ അത് ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ അഡ്വൈസിനനുസരിച്ച് നമ്മൾ അത് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. അതുപോലെ തന്നെ ലേഡീസിൽ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ വരുന്ന പീരീഡ്സിൽ വരുന്ന വേരിയേഷൻ. ഹീമോഗ്ലോബിൻ ചിലപ്പോൾ കുറയുമ്പോൾ ചിലർക്ക് ഹെവി ബ്ലീഡിങ് വരാം, ചിലർക്ക് പീരീഡ്സ് വരാതിരിക്കാം. അപ്പോൾ അതുകൊണ്ട് പീരീഡ്സിൻ്റെ ബ്ലീഡിങ് നോർമലിൽ നിന്ന് കൂടിയാലും അതെ, കുറഞ്ഞാലും അതെ, നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് മാത്രം അതിനുള്ള മെഡിസിൻസ് എടുക്കുക. അപ്പം ഒരിക്കലും ഇറഗുലർ സൈക്കിൾസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് PCOD ആണ് അല്ലെങ്കിൽ അത് ഫൈബ്രോയിഡ് ആണ് എന്നൊരു ഡയഗ്നോസിസിലോട്ട് നമ്മൾ എത്തരുത്. ഒരു ഡോക്ടറെ കണ്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിന് ശേഷം മാത്രം അതെന്താണെന്നുള്ളത് ഡിസൈഡ് ചെയ്ത് അതിനനുസരിച്ചുള്ള മെഡിസിൻസ് എടുക്കുക.